ഹലോ. ഒരിക്കൽ ക്ലാസ് കഴിഞ്ഞ് മടങ്ങി വന്ന മകൻ അമ്മയോട് പറഞ്ഞു, അമ്മേ, സ്കൂളിൽ പഠിപ്പിക്കുന്ന സാറ് പറയുന്നുണ്ട് നമ്മുടെ ഭൂമി ഉരുണ്ട് ഒരു പന്ത് പോലെയാണ് അത്ര ഇരിക്കുന്നത്. ശരിക്കും അങ്ങനെയാണോ അമ്മേ? ഭൂമി പരന്നതല്ലേ ഭൂമി? അമ്മ ആ മകനെ കരങ്ങളിൽ പിടിച്ച് വീടിനടുത്തുള്ള വലിയ മൈതാനത്തിന്റെ നടുവിൽ കൊണ്ട് നിർത്തിയിട്ട് ആ കുഞ്ഞിനോട് ആവശ്യപ്പെട്ടു, മോന് കണ്ണെത്താവുന്നിടത്തോളം ദൂരത്തേക്ക് നോക്കുക, എന്നിട്ട് മുകളിലേക്കും നോക്കുക. അപ്പോൾ നീ എന്ത് കാണും? അത് അമ്മയോട് പറയുക. ആ കുഞ്ഞ് കുറച്ചു നേരം എടുത്ത് ചുറ്റുപാടുകളിലേക്കും ആകാശത്തിലേക്കും നോക്കി. എന്നിട്ട് അവൻ പറഞ്ഞു, അമ്മേ, ആകാശം ഒരു കുട പോലെ നമുക്ക് ചുറ്റും നിൽക്കുന്നുണ്ട്. ഇതാണല്ലേ അമ്മേ നമ്മുടെ ലോകം? അപ്പോൾ അമ്മ മറുപടി പറഞ്ഞു, മോനെ, നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാവുന്ന അത്രയും ദൂരത്തിലുള്ളത് മാത്രമല്ല ലോകം. ഇതിനപ്പുറവും ലോകമുണ്ട്. ഓരോ മനുഷ്യനും അവന്റെ ചുറ്റും ആകാശം ഒരു കുട പോലെ നിൽക്കുന്നുണ്ട്. അതവന് ലോകമായി തോന്നിയേക്കാം. മൈതാന മധ്യത്തിൽ നിൽക്കുന്ന ഒരു കുട്ടിയെ പോലെയാണ് നമ്മളിൽ പലരും. നമുക്കപ്പുറത്തേക്ക് ലോകമുണ്ടെന്നും ജീവിതമുണ്ടെന്നും സംസ്കാരങ്ങളുണ്ടെന്നും പലപ്പോഴും നമ്മൾ മറന്നു പോകും. നമ്മുടെ ചെറിയ ചെറിയ ലോകങ്ങളിൽ ഒതുങ്ങിക്കൂടി നമുക്കപ്പുറത്തേക്കുള്ള യാഥാർത്ഥ്യങ്ങളെ, സന്തോഷങ്ങളെ, വർണ്ണങ്ങളെ, സംഗീതത്തെ, ജീവിതത്തെ നമ്മളിൽ പലരും മറന്നു പോകും. വിദേശ പര്യടനമൊക്കെ കഴിഞ്ഞ് ലോകം കറങ്ങിക്കണ്ടുവന്ന അയൽപ്പക്കത്തെ ഒരാളെ നോക്കി ചിലപ്പോൾ ഒരു ഗ്രാമത്തിലെ മനുഷ്യൻ അസൂയപ്പെടാം, തനിക്ക് ഇതുപോലൊന്നും പോകാൻ പറ്റുന്നില്ല എന്നോർത്ത്. എന്തിന് വിദേശങ്ങളിലേക്കൊക്കെ നമ്മൾ പോകണം? നമ്മുടെ ചുറ്റുമുള്ള ലോകം പോലും നമ്മളാരും പൂർണ്ണമായും കണ്ടിട്ടില്ല. നമ്മുടെ ജില്ലയ്ക്കോ നമ്മുടെ പഞ്ചായത്തിലുള്ള സ്ഥലങ്ങൾ പോലും നമ്മൾ ആരും ഇതുവരെ യാത്ര ചെയ്ത് എത്തിയിട്ടുണ്ടാകില്ല. ജീവിച്ചിരിക്കെ തന്നെ മരിച്ചുപോയ ചില മനുഷ്യരുണ്ട് കേട്ടോ, കണ്ടിട്ടുണ്ടോ? ചിലപ്പോൾ നീയും അതിൽപ്പെട്ട ഒരാളാകാം, അങ്ങനെയുള്ള ഒരാളാകാം. ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന അവസ്ഥയിൽ സ്വപ്നങ്ങളുടെ ചിറകുകൾ കരിഞ്ഞുപോയ മനുഷ്യരെ നമുക്ക് കാണാൻ പറ്റും. മരണത്തിന്റെ തണുപ്പ് അവരിലേക്ക് അരിച്ചിറങ്ങുന്നതും നമുക്കറിയാം. എപ്പോഴാണെന്നറിയാമോ ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കെ തന്നെ മരിച്ചവനാകുന്നത്? യാത്രകൾ ചെയ്യാതിരിക്കും, ഒരു പുസ്തകത്തിന്റെ താളുകൾ മറിച്ച് അറിവിന്റെ അക്ഷയ ഖനികൾ തേടാതിരിക്കുമ്പോൾ, ജീവിതത്തിന് ചുറ്റുമുള്ള ശബ്ദങ്ങൾ കേൾക്കാതെ വരുമ്പോൾ, സ്വയം അഭിനന്ദിക്കാൻ മറന്നു പോകുമ്പോൾ അയാൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെയുമുണ്ട്, നിന്റെ ആത്മാഭിമാനത്തെ വീണ്ടും വീണ്ടും നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി അടിയറവ് വെക്കുമ്പോൾ, നിന്നെ സഹായിക്കാനായി കടന്നു വരുന്നവരെ അതിൽ നിന്നും തടയുമ്പോൾ, നിന്റെ ചില സ്വഭാവങ്ങൾ അതിന് നീ അടിമപ്പെട്ടു പോകുമ്പോൾ, സ്വഭാവ ദൂഷ്യങ്ങൾക്ക് അടിമയാകുമ്പോൾ നീ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ദിവസവും ഒരുപോലെയുള്ള ജീവിതക്രമങ്ങളിൽ സ്വയം തളച്ചിടപ്പെടുമ്പോൾ, ഇഷ്ടമുള്ള വസ്ത്രങ്ങളും നിറങ്ങളും അണിയാതെ വരുമ്പോൾ, ഒരു ദിവസം ഒരു പുതിയ ആളോട്, ഒരു അപരിചിതനോട് പരിചയപ്പെടാൻ സാധിക്കാതെ വരുമ്പോൾ നീ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിൽ ഒരു റിസ്ക് എടുക്കാതെ വരുമ്പോൾ, സ്വപ്നങ്ങളെ പിന്തുടരാതെ വരുമ്പോൾ, നല്ല ഉപദേശങ്ങളിൽ നിന്ന് വഴുതി മാറുമ്പോൾ നമ്മൾ മരിക്കുകയാണ്. കാരണം ജീവിതത്തിലേക്ക് പുതിയൊരു വെളിച്ചം കടന്നു വരുന്നതേയില്ല. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിച്ചവരായി മാറണമോ വേണ്ടയോ എന്ന് നമ്മൾ തീരുമാനിക്കണം. നമ്മുടെ ചെറിയ ചെറിയ ലോകത്തിന്റെ കട്ടിയുള്ള പുറന്തോടുകളെ പൊളിച്ച് നമ്മൾ പുറത്തിറങ്ങണം. ഈ ലോകം നമ്മൾ വിചാരിക്കുന്നതിലും വിശാലമാണ്. ഒരുപാട് കൗതുകങ്ങൾ അത് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. നമ്മുടെ കുഞ്ഞു കൂടാരങ്ങൾക്കുള്ളിൽ മറയാനുള്ളതല്ലല്ലോ നമ്മുടെ ജീവിതങ്ങളും സ്വപ്നങ്ങളും. പുറത്തേക്ക് ഇറങ്ങണം, നേരിടണം, അനുഭവിക്കണം, കണ്ടുമുട്ടണം, പ്രതികരിക്കണം, ചോദ്യം ചെയ്യണം, നേടിയെടുക്കണം, സമാധാനം പുലർത്തണം, സൗഹൃദം വാനോളം ഉയർത്തണം. Do not let yourself die slowly. Remember to be happy. എപ്പോഴും സന്തോഷത്തിലായിരിക്കാൻ ശ്രമിക്കണം കേട്ടോ. കൂടെയുണ്ട്, കൂട്ടിനുണ്ട്, പിന്നെ എൻ്റെ പ്രാർത്ഥനയും.